أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള ഫിത്നകളെയും അതിനെതിരെ ഉണ്ടായ നീക്കങ്ങളെയും കുറിച്ചാണ് പരാമർശിച്ചിരുന്നത്. അതോടനുബന്ധിച്ച് ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദ് ബത്താഹിൽ മാലിക് ബിൻ നുവൈറയുടെ അടുത്തേക്ക് മുന്നേറിയത് സംബന്ധിച്ച് വിശദീകരണം ഇപ്രകാരമാകുന്നു. ബത്താഹ് ബനു അസദിന്റെ പ്രദേശത്തുള്ള ഒരു അരുവിയുടെ പേരാണ്. മാലിക് ബിൻ നുവൈറ ബനു തമീമിന്റെ ഒരു ശാഖയായ ബനു യർമോയിൽപ്പെട്ട ആളായിരുന്നു. അയാൾ ഹിജറ 9-ാം വർഷം തൻ്റെ ജനതയോടൊപ്പം മദീനയിൽ വന്നു ഇസ്ലാം സ്വീകരിച്ചു. മാലിക് ബിൻ നുവൈറ തൻ്റെ സമൂഹത്തിലെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. അറേബ്യയിലെ യോദ്ധാക്കളിലും കുതിര സവാരിക്കാരിലും ആണ് അയാൾ ഉൾപ്പെട്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ അയാളുടെ ഗോത്രത്തിലെ സക്കാത്ത് സമ്പത്ത് പിരിക്കാനും സ്വരുക്കൂട്ടാനുമുള്ള ജോലി ചുമതലപ്പെടുത്തിക്കൊണ്ട് സക്കാത്തിന്റെ കാര്യനിർവഹണം ചെയ്യുന്ന പദവിയിൽ നിയമിച്ചിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും അറേബ്യയിൽ മതനിരാസത്തിന്റെയും കലാപത്തിന്റെയും തിരമാലകൾ ഉയരുകയും ചെയ്തപ്പോൾ മാലിക് ബിൻ നുവൈറയും മുർത്തദായവരിൽ ഒരാളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന അറിയിപ്പ് കിട്ടിയപ്പോൾ അയാൾ ആനന്ദിക്കുകയും സന്തോഷ പ്രകടനം നടത്തുകയും ചെയ്തു. അയാളുടെ വീട്ടിലെ സ്ത്രീകൾ മൈലാഞ്ചി ഇടുകയും വാദ്യമേളങ്ങൾ നടത്തുകയും നല്ലപോലെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. തന്റെ ഗോത്രത്തിൽ സക്കാത്ത് നിർബന്ധമാണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം സക്കാത്തിന്റെ തുക മുസ്ലിങ്ങളുടെ കേന്ദ്രമായ മദീനയിലേക്ക് അയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത മുസ്ലിങ്ങളെ അയാൾ വധിച്ചു. ചുരുക്കത്തിൽ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ശിക്ഷ നൽകപ്പെടുകയോ അല്ലെങ്കിൽ ശക്തമായ നടപടി എടുക്കുകയോ ചെയ്തത് മുസ്ലിങ്ങൾക്ക് നഷ്ടം വരുത്തുവാൻ ശ്രമിച്ചവർക്കെതിരെയാണ്, അല്ലാതെ കേവലം മുർത്തതായതുകൊണ്ടല്ല. ഏതായാലും ഇത് സംബന്ധിച്ച് പറയുന്നു, അയാൾ സക്കാത്ത് കൊടുക്കുന്നത് എതിർക്കുകയും സ്വരുക്കൂട്ടിയ സക്കാത്തിന്റെ ധനം തന്റെ ജനതയിലുള്ളവർക്ക് തന്നെ പിരിച്ചു കൊടുക്കുകയും ചെയ്തു. മറുഭാഗത്ത് വ്യാജ നുബുവത്തുവാദിയും കലാപകാരിയുമായ സജാഹുമായി ചേരുകയുണ്ടായി. ആ സ്ത്രീ വലിയൊരു സൈന്യവുമായി മദീനയെ ആക്രമിക്കാൻ വന്നതായിരുന്നു. അവർ മദീനയെ ആക്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവരുടെ പേര് സജ്ജാഹ് ബിൻത്ത് ഹാരിസ് എന്നായിരുന്നു. ഉമ്മു സാദിർ എന്നാണ് വിളിപ്പേര്. അറേബ്യയിലെ ജ്യോതിഷിയായിരുന്നു. ഇവർ അറേബ്യയിൽ മതനിരാസത്തിന് മുൻപോ അതിനിടയിലോ പ്രത്യക്ഷപ്പെട്ട വ്യാജ നുബുവത്ത് വാദികളുടെയും കലാപകാരികളായ ഗോത്ര നേതാക്കന്മാരുടെയും ഇടയിൽ ഉൾപ്പെടുന്നു. സജ്ജാഹ് ബനു തമീം ഗോത്രത്തിൽപ്പെട്ടവളായിരുന്നു. മാതാവിന്റെ ഭാഗത്ത് നിന്ന് ബനു സഹലബ് ഗോത്രത്തിൽപ്പെട്ടവളായിരുന്നു. അതിലധികം പേരും ക്രിസ്ത്യാനികളുമായിരുന്നു. സജ്ജാഹും ക്രിസ്ത്യാനിയായിരുന്നു. തന്റെ ക്രിസ്തീയ ഗോത്രത്തിന്റെയും കുടുംബത്തിന്റെയും കാരണം ക്രിസ്ത്യാനികളുടെ നല്ല പണ്ഡിതയായ സ്ത്രീയുമായിരുന്നു. ഇവർ ഇറാഖിൽ നിന്ന് ശിഷ്യന്മാരോടൊപ്പം വന്നതാണ്. മദീനയെ ആക്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ചില ഗ്രന്ഥകാരന്മാർ പറയുന്നു, സജ്ജാഹ് ഇറാനികളുടെ ഗൂഢാലോചനയുടെ ഫലമായി അറേബ്യയിൽ പ്രവേശിച്ചതാണ്. അതായത് അവസ്ഥകൾ കണ്ട് ഇറാനി ഭരണകൂടത്തെ ശോചനീയാവസ്ഥയിൽ നിന്ന് പരിരക്ഷിക്കാൻ വന്നതായിരുന്നു. ഏതായാലും സജ്ജാഹ് നേരത്തെ പറഞ്ഞ കൈകാര്യകർത്താക്കളുടെ പ്രഭാവത്തിൽ
അറേബ്യൻ ദ്വീപിലേക്ക് പ്രവേശിച്ചതാണ്. അവർ ഏറ്റവും ആദ്യം തന്റെ സമൂഹമായ ബനു തമീമിലേക്ക് പോയത് സ്വാഭാവികമാണ്. ഒരു വിഭാഗം സക്കാത്ത് കൊടുക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയെ അനുസരിക്കാനും തയ്യാറായിരുന്നു. എന്നാൽ ഈ ഗോത്രത്തിലെ തന്നെ മറ്റൊരു വിഭാഗം അതിനെ എതിർക്കുകയായിരുന്നു. ഇവരിലെ തന്നെ മൂന്നാമത്തെ കൂട്ടർക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നതിനെക്കുറിച്ച് അറിവുമില്ലായിരുന്നു. ഏതായിരുന്നാലും ഈ ഭിന്നിപ്പ് ശക്തി പ്രാപിക്കുകയും ബനു തമീം ഗോത്രം പരസ്പരം വഴക്കും വക്കാണവും തുടങ്ങുകയും കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്തു. ഇതിനിടയിൽ ഈ ഗോത്രങ്ങൾക്ക് സജ്ജാഹ് വരുന്നു എന്ന അറിയിപ്പ് കിട്ടി. സജ്ജാഹ് മദീനയിലെത്തി അബൂബക്കറിന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നവർക്ക് അറിയാൻ കഴിഞ്ഞു. അതോടെ ഭിന്നിപ്പ് കുറെ കൂടി പരക്കുകയുണ്ടായി. സജ്ജാഹ് തന്റെ വലിയ സൈന്യത്തോടൊപ്പം ഒടുന്നനെ ബനു തമീമിലെത്തി. തന്റെ നബൂത്തിനെ കുറിച്ച് തന്നിൽ വിശ്വസിക്കാൻ അവരെ ക്ഷണിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് ഗമിക്കുകയായിരുന്നു. മാത്രമല്ല മുഴുവൻ ഗോത്രവും ഐക്യകണ്ഠേന അവരോടൊപ്പം കൂടുമെന്നും ആയിനയെ പോലെ ബനു തമീമും ഇങ്ങനെ പറയുമെന്നും കരുതി. അതായത് ബനു യർമൂവിന്റെ നബിയ ഖുറൈശികളുടെ നബിയേക്കാൾ ഉത്തമയാണ്. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു, സജ്ജാഹ് ജീവിച്ചിരിക്കുന്നു. അതിനുശേഷം ബനു തമീമിനോടൊപ്പം മദീനയിലേക്ക് കയറാമെന്നാണ് കരുതിയത്. ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. അബൂബക്കറിന്റെ സൈന്യത്തെ എതിർത്ത് വിജയം പ്രാപിച്ചുകൊണ്ട് മദീനയിൽ അധികാരം പിടിക്കാമെന്നാണ് കരുതിയത്. ഏതായിരുന്നാലും സജ്ജാഹും മാലിക് ബനു നുവൈറയും പരസ്പരം ബന്ധപ്പെടുകയും ചെയ്തു. സജ്ജാഹ് തന്റെ സൈന്യത്തോടൊപ്പം ബനു യർമൂമിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ അവിടെ നിൽക്കുകയും ഗോത്രത്തലവനായ മാലിക് ബനു നുവൈറയുമായി രഞ്ജിപ്പിലെത്തി മദീനയിൽ ഒന്നിച്ച് ആക്രമണം നടത്താമെന്ന് പറഞ്ഞ് ക്ഷണിക്കുകയും ചെയ്തു. മാലിക് സുൽഹിനുള്ള ക്ഷണം സ്വീകരിച്ചു. എന്നാൽ മദീനയെ ആക്രമിക്കാനുള്ള ഉദ്ദേശത്തിൽ നിന്ന് പിന്മാറാൻ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, മദീനയിലെത്തി അബൂബക്കറിന്റെ സൈന്യത്തെ നേരിടുന്നതിനേക്കാൾ ഉചിതം സ്വന്തം ഗോത്രത്തിലെ എതിർപ്പുയർത്തുന്ന ആളുകളെ ഇല്ലാതാക്കുകയാണ്. സജ്ജാഹിന് ആ കാര്യം ഇഷ്ടപ്പെട്ടു. അവൾ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം പോലെ ആകട്ടെ, ഞാൻ ബനി യർമൂയിലുള്ള ഒരു സ്ത്രീ മാത്രമാണ്. നിങ്ങൾ പറയുന്നത് തന്നെയാണ് ഞാൻ ചെയ്യുക. സജ്ജാഹ് മാലിക്കിനെ കൂടാതെ ബനു തമീമിന്റെ മറ്റു നേതാക്കന്മാർക്കും അനുരഞ്ജനത്തിനുള്ള സന്ദേശം അയച്ചു. എന്നാൽ ബക്കിയ അല്ലാതെ മറ്റാരും തന്നെ ഈ ക്ഷണം സ്വീകരിച്ചില്ല. അപ്പോൾ സജ്ജാഹ് മാലിക്കിനോടും വക്കീലിനോടും തന്റെ സൈന്യത്തോടൊപ്പം മറ്റു നേതാക്കന്മാർക്കെതിരിൽ യുദ്ധപ്രഖ്യാപനം നടത്തി. ഘോര യുദ്ധമാണ് നടന്നത്. അതിൽ ഇരു കൂട്ടരുടെയും നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഒരേ ഗോത്രത്തിലെ ജനങ്ങൾ പരസ്പരം ആളുകളെ ബന്ധനസ്ഥരാക്കി. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം മാലിക്കും വക്കീയും തങ്ങൾ ആ സ്ത്രീയെ പിന്തുണച്ചതുകൊണ്ട് കഠിനമായ തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവർ മറ്റ് നേതാക്കന്മാരുമായി സുൽഹ് ചെയ്തു. യുദ്ധ തടവുകാരെ കൈമാറി. അങ്ങനെ തമീം ഗോത്രത്തിന് സമാധാനമായി. സജ്ജാഹ് അവിടെ തന്റെ പരിപ്പ് വേവുന്നില്ലെന്ന് കണ്ടപ്പോൾ, അതായത് തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ബനു തമീമിൽ നിന്ന് ഒഴിഞ്ഞു മാറി മദീനയിലേക്ക് കുതിച്ചു. നബാഹിന്റെ പ്രദേശത്തെത്തിയപ്പോൾ ഔസ് ബിൻ ഹസീമുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. എന്നാൽ സജ്ജാഹ് പരാജയപ്പെട്ടു. ഔസ് ബിൻ ഹസീമ അവർ മദീനയിലേക്ക് മുന്നേറുന്നതല്ലെന്ന ഉറച്ച തീരുമാനമെടുക്കുന്നതുവരെ തിരിച്ചു പോകാൻ സമ്മതിച്ചില്ല. ഈ സംഭവത്തിന് ശേഷം ദ്വീപിലുള്ള സൈനിക നേതാക്കന്മാർ ഒരു ഭാഗത്ത് ഒരുമിച്ചുകൂടി. അവർ സജ്ജാഹിനോട് ചോദിച്ചു, ഇനി താങ്കൾ എന്താണ് ആജ്ഞ നൽകുന്നത്? താങ്കൾ എന്താണ് ഞങ്ങളോട് കൽപ്പിക്കുന്നത്? മാലിക്കും വക്കീയും ഞങ്ങളുടെ ജനതകളുമായി സുൽഹ് ചെയ്തിരിക്കുന്നു. അവർ നമുക്ക് സഹായം ചെയ്യില്ല. മാത്രമല്ല നമ്മൾ അവരുടെ ഭൂമിയിലൂടെ കടന്നു പോകുന്നത് ഇഷ്ടപ്പെടുന്നുമില്ല. അവരുമായി നമ്മൾ ഉടമ്പടിയിലെത്തിയിട്ടുണ്ട്. മദീനയിലേക്ക് പോകുന്ന നമ്മുടെ വഴികൾ അടഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും സജ്ജാഹ് പറഞ്ഞു, മദീനയിലേക്കുള്ള വഴികൾ അടഞ്ഞിരിക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ യമാമയിലേക്ക് നീങ്ങുക. അവർ പറഞ്ഞു, യമാമ നിവാസികൾ ഐശ്വര്യത്തിലും പ്രതാപത്തിലും നമ്മളെക്കാൾ മികച്ചവരാണ്. മുസൈലിമയുടെ ശക്തിയും പ്രതാപവും വളരെ വർദ്ധിച്ചിരിക്കുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, അവളുടെ സൈനിക നേതാക്കന്മാർ ഭാവിയിലെ നീക്കങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അലൈക്കും ബിൽ യമാമ ദഫീഫൽ ഹമാമ ഫഇന്നഹ ഉർവത്തൻ സറാമ ലാ യൽഹക്കും ബാദൽ മലാമ. അതായത് യമാമയിലേക്ക് പുറപ്പെടുക. പ്രാവിനെ പോലെ വളരെ വേഗം ആക്രമണം നടത്തുക.
അവിടെ ഒരു ശക്തമായ യുദ്ധമുണ്ടാകുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരുന്നതല്ല. ഈ പ്രാസമൊപ്പിച്ച വഴികൾ കേട്ടപ്പോൾ അവരുടെ സൈന്യം അത് വഹിയാണ് ധരിക്കുകയുണ്ടായി. അതായത് അവൾ നബിയാണ്, നബി ആയതുകൊണ്ട് വഹി ഉണ്ടായതാണ്. അവർക്ക് ഈ കൽപ്പന സ്വീകരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ കൽപ്പന സ്വീകരിച്ചു. സജ്ജാഹ് തന്റെ സൈന്യത്തോടൊപ്പം യമാമിയിലെത്തിയപ്പോൾ മുസൈലിമയ്ക്ക് വലിയ ആശങ്കയായി. അയാൾ ചിന്തിച്ചത് സജ്ജാഹിന്റെ സൈന്യവുമായി യുദ്ധത്തിലേർപ്പെട്ടാൽ അയാളുടെ ശക്തി ക്ഷയിക്കുന്നതാണ്. ഇസ്ലാമിക സൈന്യം അതിനുമേൽ വിജയം കൈവരിക്കും. മാത്രമല്ല ചുറ്റുപാടുമുള്ള ഗോത്രങ്ങളും അയാളെ അനുസരിക്കുന്നതിൽ നിന്ന് പിന്മാറും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ സജ്ജാഹുമായി അനുരഞ്ജനത്തിലെത്താൻ ആഗ്രഹിച്ചു. ആദ്യം അവർക്ക് ഉപഹാരങ്ങൾ കൊടുത്തയച്ചു. തുടർന്ന് അവരെ കാണുന്നതിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അവർ മുസൈലിമയ്ക്ക് വരാൻ അനുവാദം നൽകി. മുസൈലിമ ബനു ഹനീഫയിലെ 40 ആളുകളോടൊപ്പം അവരുടെ അടുത്തെത്തി. തനിയെ ഇരുന്ന് അവരുമായി സംസാരിച്ചു. ആ സംഭാഷണത്തിൽ മുസൈലിമ പ്രാസയുക്തമായ വാചകങ്ങൾ സജ്ജാഹിനെ കേൾപ്പിച്ചു. അതിലവർ ആകൃഷ്ടയാവുകയും അതേപോലെ തന്നെയുള്ള ചില വാചകങ്ങൾ മറുപടിയായി കേൾപ്പിക്കുകയും ചെയ്തു. സജ്ജാഹിനെ പൂർണ്ണമായും തന്നെ നിയന്ത്രണത്തിലാക്കാനും തന്റെ കൂടെ ചേർക്കുന്നതിനും വേണ്ടി മുസൈലിമ പറഞ്ഞു, നമുക്ക് നമ്മുടെ രണ്ടുപേരുടെയും പ്രവാചകത്വം ഒന്നാക്കാം, രണ്ടുപേർക്കും വിവാഹം ചെയ്യാം. സജ്ജാഹ് ഈ അഭിപ്രായം സ്വീകരിച്ചു. മുസൈലിമയോടൊപ്പം അയാളുടെ ക്യാമ്പിലേക്ക് പോയി. 3 ദിവസത്തോളം അവിടെ താമസിച്ച ശേഷം അവർ തന്റെ സൈന്യത്തിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് തന്റെ സുഹൃത്തുക്കളോട് മുസൈലിമയെ സത്യസന്ധനാണെന്ന് ഞാൻ കാണുന്നുവെന്നും അയാളുമായി വിവാഹം കഴിച്ചു എന്നും അറിയിച്ചു. ജനങ്ങൾ ചോദിച്ചു, മഹർ എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു, മഹറൊന്നും നിശ്ചയിച്ചില്ല. ജനങ്ങൾ പറഞ്ഞു, തിരിച്ചുപോയി മഹർ നിശ്ചയിക്കുക. കാരണം താങ്കളെപ്പോലുള്ള വ്യക്തി മഹറില്ലാതെ വിവാഹം കഴിക്കുന്നത് ഉചിതമല്ല. അങ്ങനെ അവൾ മുസൈലിമയുടെ അടുത്തേക്ക് തിരിച്ചു പോവുകയും തന്റെ ആഗമനോദ്ദേശം പറയുകയും ചെയ്തു. മുസൈലിമ അവർക്ക് വേണ്ടി ഇശാ ഫജർ നമസ്കാരങ്ങൾ ചെറുതാക്കി, അല്ലെങ്കിൽ ഇല്ലാതാക്കി. ഏതായാലും മഹറിനെ സംബന്ധിച്ച് ഇങ്ങനെ തീരുമാനം അറിയിച്ചു. മുസൈലിമ യമാമയിലെ ഭൂമിയിൽ നിന്നുള്ള വരവിന്റെ പകുതി സജ്ജാഹിന് കൊടുക്കുന്നതാണ്. സജ്ജാഹ് പറഞ്ഞു, അടുത്ത വർഷത്തെ വരവിന്റെ പകുതിയും ആദ്യം തന്നെ മുൻകൂർ നൽകേണ്ടതാണ്. അങ്ങനെ മുസൈലിമ വാർഷിക വരുമാനത്തിന്റെ പകുതി അവർക്ക് കൊടുത്തു. അതുമായി അവർ ജസീറയിലേക്ക് തിരിച്ചു വന്നു. ബാക്കി പകുതി വർഷത്തെ വരുമാനം കരസ്ഥമാക്കാൻ വേണ്ടി കുറച്ചാളുകളെ ബനു ഹനീഫയിൽ തന്നെ നിർത്തുകയും ചെയ്തു. സജ്ജാഹ് ബനു സഹലബിൽ തന്നെ താമസിച്ചു. പിന്നീട് അവർ തൗബ ചെയ്തു. അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ചിലരുടെ വീക്ഷണത്തിൽ ഹസരത്ത് ഉമറിന്റെ കാലത്താണ് അവർ ഇസ്ലാം സ്വീകരിച്ചത്. ഹസരത്ത് അമീർ മുആവിയ വരൾച്ചയുടെ വർഷം അവരെ അവരുടെ ജനതയോടൊപ്പം ബനു തമീമിലേക്ക് പറഞ്ഞയച്ചു. അവിടെ അവർ മരണം വരെയും മുസ്ലിമായി തന്നെ ജീവിച്ചു. ഹസരത്ത് അബൂബക്കർ ഹസരത്ത് ഖാലിദ് ബിൻ വലീദിന് ഇങ്ങനെ കൽപ്പന നൽകി, തുലീഹ അസദിയുടെ കാര്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം മാലിക് ബിൻ നുവൈറിയെ നേരിടാൻ പുറപ്പെടുക. അയാൾ ബത്താഹിലാണ് താമസിക്കുന്നത്. ഹസരത്ത് ഖാലിദ് ബത്താഹിൽ വന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. പക്ഷേ മാലിക്കിന് തന്റെ കാര്യത്തിൽ ആശങ്കയുണ്ടായപ്പോൾ അയാൾ തന്റെ എല്ലാ കൂട്ടാളികളെയും അവരുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു. ഒരുമിച്ച് കൂടുന്നത് വിലക്കുകയും ചെയ്തു. അവരെ നേരിടാൻ പ്രയാസമാണെന്ന് തോന്നി തുടങ്ങി. നേരത്തെ ആ സ്ത്രീയുമായും അകന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം കാരണം. ഏതായാലും ഹസ്രത്ത് ഖാലിദ് വിവിധ സൈനിക സംഘങ്ങളെ പല ഭാഗത്തേക്കും അയച്ചുകൊണ്ട് അവർക്ക് നിർദ്ദേശം നൽകി. എവിടെ എത്തിയാലും അവരെ ആദ്യം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, അതിന് മറുപടി നൽകാത്തവരെ ബന്ധനസ്ഥരാക്കി കൊണ്ടുവരിക, എതിർക്കുന്നവരെ വധിക്കുക. ഈ സൈനിക സംഘങ്ങളിൽ ഒന്ന് മാലിക് ബിൻ നുവൈറിയുടെ ആളുകളോടൊപ്പം ബനു സഹലബ് ബിൻ യർബോയിലെ ആസിം ഉബൈദ് അരീനയെയും ജാഫറിനെയും മറ്റും ബന്ധനസ്ഥരാക്കി ഖാലിദിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈ സൈനിക സംഘത്തിൽ ഹസ്രത്ത് അബൂ ഖത്താദയും ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇവിടെ മറ്റൊരു നിവേദനം കൂടിയുണ്ട്. ഉർവയുടെ പിതാവിൽ നിന്നുള്ള നിവേദനമാണ്. ഈ സന്ദർഭത്തിൽ സൈനിക നീക്കത്തിന് ശേഷം 9 പേരുടെ സാക്ഷ്യം ഇപ്രകാരമാണ്: ഞങ്ങൾ ബാങ്ക് കൊടുക്കുകയും ഇക്കാമത്ത് കൊടുക്കുകയും നമസ്കരിക്കുകയും ചെയ്തപ്പോൾ അവരും അങ്ങനെ തന്നെ ചെയ്യുകയുണ്ടായി. എന്നാൽ ചിലർ പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല.
ഹദ്രത്ത് അബൂ ഖത്താദ ഇങ്ങനെ സാക്ഷ്യം നൽകി. അവർ ബാങ്കും ഇക്കാമത്തും കൊടുക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. സാക്ഷ്യത്തിലുള്ള ഈ വ്യത്യാസം കാരണം ഹദ്രത്ത് ഖാലിദ് അവരെ അഥവാ ശത്രുക്കളെ ബന്ധനസ്ഥരാക്കി. മാലിക് ബിൻ നുവൈറയുടെ വധത്തെ സംബന്ധിച്ച് രണ്ടു തരത്തിലുള്ള നിവേദനങ്ങളുണ്ട്. ഒരു നിവേദനത്തിൽ പറയുന്നു മാലിക് ബിൻ നുവൈറ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു അന്നത്തെ ദിവസം രാത്രി കൊടുന്തണുപ്പായിരുന്നു, ആർക്കും അത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തണുപ്പ് വർദ്ധിച്ചപ്പോൾ ഹദ്രത്ത് ഖാലിദ് ഇങ്ങനെ വിളംബരം ചെയ്യാൻ കൽപ്പിച്ചു. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇർഫൌ അസ്റാക്കും, ബന്ധനസ്ഥർക്ക് ചൂട് നൽകുക, അതായത് അവരെ തണുപ്പിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള സംവിധാനം ചെയ്യുക. എന്നാൽ ബനു കൻആനയുടെ ശൈലി അനുസരിച്ച് അവിടെയുള്ള ശൈലി വ്യത്യസ്തമായിരുന്നു. അതിനർത്ഥം അവരെ വധിക്കുക എന്നതായി. സൈനികർ ആ വാക്കുകൾക്ക് പ്രാദേശിക ശൈലി അനുസരിച്ചാണ് മനസ്സിലാക്കിയത്. ബന്ധനസ്ഥരെ വധിക്കാൻ കൽപ്പന നൽകിയിരിക്കുന്നു എന്നായിരുന്നു. അങ്ങനെ അവർ എല്ലാ ബന്ദികളെയും വധിക്കുകയുണ്ടായി. ഹദ്രത്ത് സിറാർ ബിൻ ഇബ്നു അസ്വർ മാലിക്കിനെ വധിച്ചു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു അബ്ദു ഇബ്നു അസ്വർ അസദി മാലിക്കിനെ വധിക്കുകയുണ്ടായി. എന്നാൽ കൽബി പറയുന്നു സിറാർ ബിനു അസ്വർ തന്നെയാണ് അയാളെ കൊന്നത്. ഖാലിദ് ബഹളം കേൾക്കുകയുണ്ടായി. ഹദ്രത്ത് ഖാലിദ് ഇബ്നു വലീദ് തന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും സൈനികർ എല്ലാ ബന്ദികളെയും വകവരുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് ചെയ്യുക? അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എന്താണോ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായും നടക്കുക തന്നെ ചെയ്യും. വേറൊരു നിവേദനത്തിൽ പറയുന്നു ഹദ്രത്ത് ഖാലിദ് മാലിക് ബിൻ നുവൈറയെ തന്റെ അടുത്തേക്ക് വിളിച്ചു. സജ്ജാഹിനോടൊപ്പം നിൽക്കുന്നതിനെയും സക്കാത്ത് വിലക്കുന്നതിനെയും സംബന്ധിച്ച് താക്കീത് നൽകിക്കൊണ്ട് പറഞ്ഞു, സക്കാത്ത് നമസ്കാരത്തിന്റെ കൂട്ടാളിയാണെന്ന് നിനക്കറിയില്ലേ? അതായത് അവ രണ്ടും ഒരേപോലുള്ള കൽപ്പനകളാകുന്നു. നീ സക്കാത്ത് കൊടുക്കുന്നത് നിരാകരിക്കുന്നു. മാലിക് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തിന്റെയും ഇത് തന്നെയായിരുന്നു ധാരണ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതിന് പകരം സാഹിബ് അഥവാ സുഹൃത്ത് എന്നാണ് പറഞ്ഞത്. ഹദ്രത്ത് ഖാലിദ് ചോദിച്ചു, അദ്ദേഹം ഞങ്ങളുടെ സുഹൃത്ത് ആണ്, നിങ്ങളുടെ സുഹൃത്തല്ലേ? തുടർന്ന് അയാളുടെ തല കൊയ്യാൻ കൽപ്പിച്ചു. അങ്ങനെ അയാളെ വധിക്കുകയുണ്ടായി. അയാളുടെ മരണത്തെ സംബന്ധിച്ചുള്ള മറ്റൊരു നിവേദനമാണിത്. ചരിത്ര ഗ്രന്ഥങ്ങളിലെ നിവേദനങ്ങൾ അനുസരിച്ച് ഈ വിഷയത്തിൽ അബൂ ഖത്താദ ഖാലിദുമായി സംസാരിക്കുകയുണ്ടായി. രണ്ടുപേർക്കുമിടയിൽ തർക്കവുമുണ്ടായി. അബൂ ഖത്താദ ഹദ്രത്ത് ഖാലിദുമായി അഭിപ്രായ വ്യത്യാസത്തിലാവുകയും സൈന്യത്തെ ഉപേക്ഷിച്ച് ഹദ്രത്ത് അബൂബക്കറിന്റെ അടുക്കൽ പോവുകയും ചെയ്തു. എന്നിട്ട് ഹദ്രത്ത് അബൂബക്കറിനോട് പരാതി പറഞ്ഞു, ഖാലിദ് മാലിക് ബിൻ നുവൈറയെ വധിച്ചിരിക്കുന്നു. അയാളാകട്ടെ മുസ്ലിമായിരുന്നു. പിന്നെ അയാളുടെ ഭാര്യയെ വിവാഹം കഴിച്ചു. അറബികൾ യുദ്ധത്തിനിടയിൽ ഇങ്ങനെ വിവാഹം കഴിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. ഹദ്രത്ത് ഉമറും ഖത്താദയുടെ അഭിപ്രായത്തെ നല്ലതുപോലെ പിന്തുണച്ചു. ഹദ്രത്ത് അബൂബക്കർ അബൂ ഖത്താദയുടെ നിലപാടിൽ വളരെ ശക്തിയായി പ്രതികരിച്ചു. അദ്ദേഹം സൈനിക നേതാവായ ഹദ്രത്ത് ഖാലിദിന്റെ അനുവാദം കൂടാതെ സൈന്യത്തെ ഉപേക്ഷിച്ച് എന്തിനാണ് മദീനയിൽ വന്നത്? അദ്ദേഹത്തോട് ഖാലിദിന്റെ അടുക്കലേക്ക് പോകാൻ കൽപ്പിച്ചു. അങ്ങനെ അബൂ ഖത്താദ ഖാലിദിന്റെ അടുക്കലേക്ക് തിരിച്ചെത്തി. താരിഖ് തിബ്രിയിൽ ഇതേക്കുറിച്ച് കുറച്ചുകൂടി വിശദീകരണം ഇങ്ങനെ കാണാം. ഹദ്രത്ത് ഉമർ ഹദ്രത്ത് അബൂബക്കറിന്റെ സവിധത്തിലെത്തി പറഞ്ഞു, ഖാലിദ് ഒരു മുസ്ലിമിന്റെ രക്തത്തിന്റെ ഉത്തരവാദിയാണ്. ഇത് തെളിയിക്കപ്പെടുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ ബന്ധനസ്ഥരാക്കാൻ മതിയായ കാരണമുണ്ട്. വധിച്ചു എന്നത് ഏതായാലും ശരിയാണ്. ഹദ്രത്ത് ഉമർ ആ കാര്യത്തിൽ ഒരുപാട് നിർബന്ധം ചെലുത്തുകയും ചെയ്തു. പക്ഷേ ഹദ്രത്ത് അബൂബക്കർ തന്റെ പ്രവർത്തകരെയും സൈനിക നേതാക്കളെയും ഒരിക്കലും ബന്ധനസ്ഥരാക്കിയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഉമർ ഈ കാര്യത്തിൽ നിശബ്ദത പാലിക്കൂ. ഖാലിദ് ബിൻ വലീദിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയരുത്. ഹദ്രത്ത് അബൂബക്കർ മാലിക്കിന്റെ ബ്ലഡ് മണി നൽകുകയുണ്ടായി. ഹദ്രത്ത് അബൂബക്കർ കത്തെഴുതി ഖാലിദിനോട് തിരികെ വരാൻ കൽപ്പിച്ചു. അദ്ദേഹം വരികയും എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയും ചെയ്തുകൊണ്ട് ക്ഷമാപണം നടത്തി. ഹദ്രത്ത് അബൂബക്കർ അദ്ദേഹത്തിന്റെ ക്ഷമാപണം സ്വീകരിച്ചു. ഒരു നിവേദനത്തിൽ ഹദ്രത്ത് ഖാലിദ് മദീനയിൽ വന്ന കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹദ്രത്ത് ഖാലിദ് സൈനിക നീക്കത്തിൽ നിന്ന് മാറി തിരിച്ച് മദീനയിലേക്ക് വരികയുണ്ടായി. മസ്ജിദ് നബവിയിൽ അദ്ദേഹം എത്തിയപ്പോൾ ഉമർ പറഞ്ഞു, നിങ്ങളൊരു മുസ്ലിമിനെ വധിക്കുകയും
പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവാണെ, ഞാൻ നിങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലുന്നതാണ്. ഖാലിദ് ആ സമയത്ത് ഒരക്ഷരം പോലും മിണ്ടിയില്ല. അദ്ദേഹം മനസ്സിലാക്കിയത് ഹദ്റത്ത് അബൂബക്കറിനും അതേ ധാരണ തന്നെയായിരുന്നു എന്നാണ്. അദ്ദേഹം ഹദ്റത്ത് അബൂബക്കറിന്റെ സവിധത്തിലെത്തി എല്ലാ കാര്യങ്ങളും പറയുകയും ക്ഷമയാചിക്കുകയും ചെയ്തു. ഹദ്റത്ത് അബൂബക്കർ അദ്ദേഹത്തിന് ക്ഷമാപണം സ്വീകരിച്ചു. ഹദ്റത്ത് അബൂബക്കറിന് സന്തോഷം ലഭിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്നും വന്നു. ഹദ്റത്ത് ഉമർ മസ്ജിദിലിരിക്കുകയായിരുന്നു. ഖാലിദ് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ ഉമ്മേ ഷംലിയുടെ മോനെ, എൻ്റെ അടുത്തേക്ക് വരൂ. എന്താണ് താങ്കൾ പറയുന്നത്? ഹദ്റത്ത് അബൂബക്കർ അദ്ദേഹത്തിൽ തൃപ്തനാണെന്ന് ഹദ്റത്ത് ഉമർ മനസ്സിലാക്കി. ഹദ്റത്ത് ഖാലിദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്തു. ഹദ്റത്ത് ഉമർ നിശബ്ദനായി എഴുന്നേറ്റ് വീട്ടിലേക്കും പോയി. ഖാലിദിനോട് ഒന്നും തന്നെ സംസാരിച്ചില്ല. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, മാലിക്കിന്റെ സഹോദരൻ മുത്തമ്മിം ബിൻ നുവൈറ ഹദ്റത്ത് അബൂബക്കറിന്റെ അടുക്കൽ തന്റെ സഹോദരന്റെ പ്രതികാരം ചോദിക്കാൻ വേണ്ടി എത്തി. പറഞ്ഞു, ഞങ്ങളുടെ ബന്ദികളെ വിട്ടയക്കണം. ഹദ്റത്ത് അബൂബക്കർ അയാളുടെ ബന്ദികളെ വിട്ടയക്കാനുള്ള അപേക്ഷ സ്വീകരിച്ചു. കൽപ്പന എഴുതി കൊടുക്കുകയും മാലിക്കിന്റെ ബ്ലഡ് മണി കൊടുക്കുകയും ചെയ്തു. ഹദ്റത്ത് ഉമർ അബൂബക്കറിനോട് ഹദ്റത്ത് ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു. അതായത് അദ്ദേഹത്തിന്റെ വാൾ നിഷ്കളങ്കനായ ഒരു മുസ്ലിമിന് രക്തം ചിന്തിയിരിക്കുന്നു. ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, ഉമർ, അള്ളാഹു കാഫ്രീങ്ങൾക്കെതിരിൽ ഉറയിൽ നിന്ന് പുറത്തെടുത്ത ആ വാളിനെ ഞാൻ ഉറയിൽ വയ്ക്കുന്നതല്ല. ഹദ്റത്ത് അബൂബക്കർ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് ശരീഅത്തനുസരിച്ച് നീതി നടപ്പാക്കി. കൂടുതൽ നടപടികൾ ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുക. ഇതിനെക്കുറിച്ച് ഷാഹ് അബ്ദുൽ അസീസ് തന്റെ ഗ്രന്ഥമായ തോഫ ഇസ്ന അഷ്റ അഷ്രിയയിൽ മാലിക് ബിൻ നുവൈറയുടെ സംഭവവും അയാളെ വധിച്ചത് സംബന്ധിച്ച ആക്ഷേപത്തിന് മറുപടിയും നൽകിക്കൊണ്ട് എഴുതുന്നു, വാസ്തവത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ യഥാർത്ഥ വിശദീകരണം നൽകപ്പെട്ടിട്ടില്ല. കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അറിയാതെ ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയുമല്ല. പ്രാമാണിക ചരിത്ര പുസ്തകങ്ങളിൽ ഈ സംഭവത്തിന്റെ വിശദീകരണം ഇപ്രകാരമാണ്. നുബുവത്ത്വാദിയായ തുലൈഹ ബിൻ ഖുവൈലിദ് അസദിയെ നേരിട്ട ശേഷം ഹദ്റത്ത് ഖാലിദ് നവാഹ് ബത്താഹിലേക്ക് തിരിച്ചു. അതിന്റെ 4 ഭാഗത്തേക്കും സൈനിക സംഘങ്ങളെയും അയച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാഠങ്ങളും രീതിയും അനുസരിച്ച് അവരോട് പറഞ്ഞു, ഏത് ഗോത്രത്തെയും സമൂഹത്തെയും നേരിടുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ അവിടെ യുദ്ധം ചെയ്യരുത്. ബാങ്ക് കേൾക്കുന്നില്ലെങ്കിൽ ആ സ്ഥലത്തെ ദാറുൽ ഹർബ് അഥവാ രണാങ്കണമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ സൈനിക നീക്കം നടത്തുക. യാദൃച്ഛികമെന്ന് പറയട്ടെ, ആ സൈനിക സംഘത്തിൽ അബൂ ഖത്താദ അൻസാരിയും ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് മാലിക് ബിൻ നുവൈറയെ പിടിച്ചുകൊണ്ട് ഹദ്റത്ത് ഖാലിദിന്റെ അടുത്തേക്ക് എത്തിച്ചത്. അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബത്താഹിന്റെ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനു ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് സദക്കകൾ പിരിക്കാനുള്ള ചുമതലയും നൽകിയിരുന്നു. അബൂ ഖത്താദ അവരുടെ ഭാഗത്ത് നിന്ന് ബാങ്ക് കേട്ടതായും സാക്ഷ്യം നൽകുന്നുണ്ട്. എന്നാൽ അതേ സംഘത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ പറഞ്ഞത് ഞങ്ങൾ ബാങ്ക് കേട്ടിട്ടില്ല എന്നാണ്. പക്ഷേ വിശ്വാസയോഗ്യമായ തെളിവുകൾ മുഖേന അതിനു മുമ്പേ വ്യക്തമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗ വാർത്ത കേട്ടപ്പോൾ മാലിക് ബിൻ നുവൈറയുടെ വീട്ടുകാർ അത്യധികം സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. സ്ത്രീകൾ കൈകളിൽ മൈലാഞ്ചിയിടുകയും വാദ്യഘോഷങ്ങൾ നടത്തുകയും ചെയ്തു. നല്ലപോലെ സന്തോഷം പ്രകടിപ്പിച്ചു. മുസ്ലിങ്ങളുടെ ആ സന്നിഗ്ധാവസ്ഥയിൽ അവർ സന്തോഷഭരിതരായി. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, മാലിക് ബിൻ നുവൈറയുമായുള്ള ചോദ്യോത്തരത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് അയാളുടെ നാവിൽ നിന്ന് കാഫിര്യങ്ങളും മുർത്തദീങ്ങളും തങ്ങളുടെ സംസാരത്തിൽ പതിവായി ഉപയോഗിച്ചിരുന്ന വാക്കുകൾ വരികയുണ്ടായി. അതായത് ഖാല റജുലുക്കും ഔ സാഹിബുക്കും, അതായത് നിങ്ങളുടെ ആൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു. കൂടാതെ മറ്റൊരു കാര്യം കൂടി തെളിയുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ മാലിക് ബിൻ നുവൈറ അതുവരെ സ്വരുക്കൂട്ടിയിരുന്ന സദക്കകൾ തന്റെ ഗോത്രത്തിന് തിരിച്ചു നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അയാളുടെ മരണത്തോടു കൂടി നിങ്ങളൊരു മുസീബത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഈ അവസ്ഥകളും തന്റെ മുന്നിൽ പ്രകടിപ്പിച്ച സംസാര രീതിയും കണ്ടപ്പോൾ അയാൾ മുർത്തദായി എന്ന് ഖാലിദിന് ഉറപ്പായി. അദ്ദേഹം അയാളെ വധിക്കാൻ കൽപ്പിച്ചു.
മദീനയിൽ ഈ സംഭവത്തെക്കുറിച്ച് അറിയിപ്പ് കിട്ടി. അബൂ ഖത്താദയും അദ്ദേഹത്തോട് നീരസം പ്രകടിപ്പിച്ച് തലസ്ഥാനത്ത് എത്തിച്ചേർന്നു. ഹദ്റത്ത് ഖാലിദ് തെറ്റുകാരനാണെന്ന് സമർത്ഥിക്കുകയുണ്ടായി. അനാവശ്യമായി രക്തം ചിന്തുകയും നഷ്ടപരിഹാരം കൊടുക്കണമെന്നും തന്നെയായിരുന്നു ഹദ്റത്ത് ഉമർ ഫാറൂഖിന്റെയും നിലപാട്. എന്നാൽ ഹദ്റത്ത് അബൂബക്കർ ഹദ്റത്ത് ഖാലിദിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചറിയുകയുണ്ടായി. അവസ്ഥകളുടെയും സംഭവങ്ങളുടെയും യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഹദ്റത്ത് ഖാലിദ് നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ വിടുകയും ചെയ്തു. അദ്ദേഹത്തെ തന്റെ അതേ സ്ഥാനത്ത് തന്നെ നിലനിർത്തുകയും ഉണ്ടായി. മാലിക് ബിൻ നുവൈറയുടെ വധത്തെ സംബന്ധിച്ച് മറ്റൊരു ഗ്രന്ഥകാരൻ എഴുതുന്നു, മാലിക് ബിൻ നുവൈറയെ കുറിച്ചുള്ള നിവേദനങ്ങളിൽ വളരെയേറെ വ്യത്യാസങ്ങളുണ്ട്. അയാളെ സംബന്ധിച്ചുള്ള നിവേദനങ്ങളിൽ അയാൾ നിരപരാധിയായ നിലയിലാണോ വധിക്കപ്പെട്ടത്, അതല്ല വധാർഹനാണോ എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മാലിക് ബിൻ നുവൈറയെ നശിപ്പിച്ചത് അയാളുടെ അഹങ്കാരവും ഗർവും നിഷേധവുമാണ്. ജാഹിലിയത്ത് അയാൾക്കുള്ളിൽ ബാക്കിയുണ്ടായിരുന്നു. അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖലീഫയെ റസൂലിനെ അനുസരിക്കാനും ബൈത്തുൽ മാലിന്റെ അവകാശമായ സക്കാത്ത് കൊടുക്കുന്നതിലും ഒഴികഴിവ് പറയുമായിരുന്നില്ല. എഴുതുന്നു, എന്റെ വീക്ഷണത്തിൽ ഈ വ്യക്തി നേതൃത്വവും നായകത്വവും ആഗ്രഹിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ബനു തമീമിന്റെ നേതാക്കളുമായി അവരുടെ ചില ബന്ധുക്കളുമായി അസാരസ്യവും ഉണ്ടായിരുന്നു. അവർ ഇസ്ലാമിക ഖിലാഫത്തിനോട് അനുസരണ ഉള്ളവരായിരുന്നു. ഭരണപരമായ കാര്യത്തിൽ നൽകാനുള്ളതെല്ലാം നൽകുന്നവരുമായിരുന്നു. ഖിലാഫത്തിന്റെ അനുസരണത്തിൽ വരികയും സക്കാത്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. അവരുമായി അയാൾക്ക് നീരസമാണ് ഉണ്ടായിരുന്നത്. അയാളുടെ വാക്കുകളും പ്രവൃത്തികളും ഈ വീക്ഷണത്തെ ശരിവെക്കുന്നതുമാണ്. അയാൾ മുർത്തദായതും സജ്ജാഹിനോടൊപ്പം ചേർന്നതും സക്കാത്തിന്റെ ഒട്ടകങ്ങളെ തന്റെ ആളുകൾക്കിടയിൽ വീതം വെച്ചതും സക്കാത്ത് അബൂബക്കറിന് കൊടുക്കാതിരുന്നതും തമ്രൂദ് അസിയാനെ സംബന്ധിച്ച തന്റെ മുസ്ലിങ്ങളായ കുടുംബക്കാരുടെ ഉപദേശം സ്വീകരിക്കാത്തതും എല്ലാം തന്നെ അയാളുടെ കുറ്റങ്ങളെ സ്ഥാപിക്കുന്നു. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അയാൾ ഇസ്ലാമിനേക്കാളും കൂടുതൽ കുഫറിന്റെ സമീപസ്ഥനായിരുന്നു എന്നാണ്. ഒരു ഭാഗത്ത് അയാൾ മുസ്ലിം എന്ന് പറയപ്പെടാനും ആഗ്രഹിച്ചിരുന്നു, മറുഭാഗത്ത് കുഫറിന്റെ സമീപത്തുമായിരുന്നു. മാലിക് ബിൻ നുവൈറയ്ക്കെതിരിൽ മറ്റൊരു തെളിവും ന്യായപൂർത്തിയായി ഇല്ലെങ്കിൽ പോലും സക്കാത്ത് തടഞ്ഞു എന്നത് തന്നെ അയാൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ മതിയായതാണ്. ഇവിടെ വ്യക്തമാകുന്ന ഒരു സംഗതി അയാൾ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചിരുന്നു എന്നതാണ്. ഇബ്നു അബ്ദുസലാമിന്റെ ഗ്രന്ഥമായ തബക്കാത്ത് ഫഹൂലു ഷുഅറായിൽ എഴുതുന്നു, സർവാംഗീകൃതമായ കാര്യം എന്തെന്നാൽ ഖാലിദ് മാലിക്കുമായി സംസാരിക്കുകയും അയാളെ അയാളുടെ നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മാലിക് നമസ്കാരം അംഗീകരിച്ചു, നമസ്കരിക്കുന്നതാണ്, പക്ഷേ സക്കാത്തിൽ നിന്ന് മുഖം തിരിച്ചു. മുസ്ലിമിന്റെ ശരഹിൽ ഇമാം നവവി മുർത്തദീങ്ങളെ കുറിച്ച് പറയുന്നു, ഇതോടനുബന്ധിച്ച് സക്കാത്ത് അംഗീകരിച്ച ആളുകളും ഉണ്ടായിരുന്നു. അവർ അത് കൊടുക്കുന്നതിൽ നിന്നും പിന്മാറിയില്ല. പക്ഷേ അവരുടെ നേതാക്കന്മാർ അവരെ അതിൽ നിന്നും തടഞ്ഞു. ചില ആളുകൾ ആഗ്രഹിച്ച് സക്കാത്ത് കൊടുക്കണമെന്നാണ്, നമസ്കാരത്തോടൊപ്പം സക്കാത്ത് നിർബന്ധമാണെന്നും മനസ്സിലാക്കി. എന്നാൽ നേതാക്കന്മാർ അവരെ തടയുകയാണ് ഉണ്ടായത്. അവരുടെ കൈകളെ പിടിച്ചു വെക്കുകയായിരുന്നു. ബനി എർബൂവിനെ പോലെ അവർ തങ്ങളുടെ സക്കാത്ത് സ്വരൂപിച്ച് അത് അബൂബക്കറിന് അയക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ മാലിക് ബിൻ നുവൈറ അത് തടയുകയും അവരുടെ സക്കാത്ത് ജനങ്ങൾക്കിടയിൽ തന്നെ വിതരണം ചെയ്യുകയുമുണ്ടായി. ഹദ്റത്ത് അബൂബക്കർ മാലിക് ബിൻ നുവൈറയുടെ കാര്യത്തിൽ നല്ലപോലെ അന്വേഷണം നടത്തുകയും ഖാലിദ് ബിൻ വലീദിനെ നുവൈറയുടെ വധത്തെ സംബന്ധിച്ചുള്ള ആരോപണത്തിൽ നിന്നും മുക്തനാക്കുകയും ചെയ്തു. അബൂബക്കറെ സംബന്ധിച്ച് മറ്റുള്ളവരെക്കാൾ അധികം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു, വളരെ ആഴത്തിൽ കണ്ണോടിച്ചിരുന്നു. കാരണം അദ്ദേഹം ഖലീഫയായിരുന്നു. എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ ഈമാൻ മറ്റെല്ലാവരെക്കാളും ശക്തവുമായിരുന്നു. ഖാലിദുമായുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദിന് എന്തെങ്കിലും ഉത്തരവാദിത്വം നൽകുകയും പിന്നെ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തിട്ടില്ല. അതേസമയം ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തരുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഒഴികഴിവ് സ്വീകരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, ഖാലിദിനെ ബുദ്ധിമുട്ടിക്കരുത്. അദ്ദേഹം അള്ളാഹുവിന്റെ വാളുകളിൽ ഒരു വാളാകുന്നു. അതിന് അള്ളാഹു കാഫിറുകളുടെ മേൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള മറ്റൊരു ആരോപണം ഹദ്റത്ത് ഖാലിദ് ഉമ്മെ തമീം ബിൻത്ത് മിൻഹാലിനെ വിവാഹം ചെയ്തതുമായി ബന്ധപ്പെട്ടതാണ്. ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദിനെതിരിൽ ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നു, അദ്ദേഹം ലൈല ബിൻത്ത് മിൻഹാലുമായി വിവാഹം ചെയ്തു. യുദ്ധ കഴിയാൻ പോലും കാത്തുനിന്നില്ല. ഈ വിവാഹത്തെ സംബന്ധിച്ച് താരിഖ് തിബ്രിയിൽ പറയുന്നു, ഹദ്റത്ത് ഖാലിദ് ഉമ്മെ തമീം മിൻഹാലിന്റെ മകളുമായി നിക്കാഹ് ചെയ്തു. യുദ്ധ കഴിയുന്നതിന് വേണ്ടി വിടുകയും ചെയ്തു. കാരണം അറബികൾ യുദ്ധത്തിനിടയിൽ സ്ത്രീകളുമായുള്ള ബന്ധം മോശമാണെന്ന് കരുതുകയും അങ്ങനെ ചെയ്യുന്നവരെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. അല്ലാമ ഇബ്നു കസീർ എഴുതുന്നു, അവർ അതായത് ലൈല ബിൻത്ത് മിൻഹാൽ വിവാഹത്തിന് അനുവദനീയമായപ്പോൾ ഹദ്റത്ത് ഖാലിദ് അവരെ വിവാഹം കഴിച്ചു. അല്ലാമ ഇബ്നു ഖൽഖാൻ എഴുതുന്നു, ഉമ്മെ തമീം 3 മാസം തന്റെ യുദ്ധ പൂർത്തിയാക്കി. തുടർന്ന് ഹദ്റത്ത് ഖാലിദ് അവർക്ക് വിവാഹ സന്ദേശം അയച്ചു. ഹദ്റത്ത് ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി ആക്ഷേപത്തിന് മറുപടി നൽകിക്കൊണ്ട് പറയുന്നു, വാസ്തവത്തിൽ ഈ കഥ തന്നെ സാങ്കല്പികമാണ്. കാരണം വിശ്വാസയോഗ്യമായ ഒരു ഗ്രന്ഥത്തിലും ഇത് സംബന്ധിച്ചുള്ള നിവേദനമില്ല. പ്രാമാണികമല്ലാത്ത ഗ്രന്ഥങ്ങളിൽ നിവേദനങ്ങളും കാണപ്പെടുന്നുണ്ട്. അത്തരം നിവേദനങ്ങളിൽ തന്നെ അതിനുള്ള മറുപടിയുമുണ്ട്. അതായത് മാലിക് ബിൻ നുവൈറ ഒരു നീണ്ടകാലമായി ആ സ്ത്രീക്ക് തലാക്ക് കൊടുത്തിരുന്നു. പറയപ്പെടുന്നത് മാലിക് ബിൻ നുവൈറയുടെ ഭാര്യ അയാളെ കൊലപ്പെടുത്തി. ഖാലിദ് ബിൻ വലീദിനെ ഉടൻ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കാൻ വേണ്ടിയായിരുന്നു കൊല ചെയ്തത്. ഏതായാലും പറയുന്നു, മാലിക് ബിൻ നുവൈറ ഒരു നീണ്ടകാലമായി ആ സ്ത്രീക്ക് തലാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ തന്റെ ജാഹിലിയ പാരമ്പര്യമനുസരിച്ച് അവരെ വീട്ടിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഈ ജാഹിലിയ ആചാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ആയത്തിറങ്ങുകയുണ്ടായി, വൈദാ തല്ലഖ്തുമുൻ നിസാ ഫബലഗന അജ്ലഹുന്ന ഫലാ തഅ്സുലുഹുന്ന. അതായത് നിങ്ങൾ സ്ത്രീകൾക്ക് തലാക്ക് കൊടുക്കുമ്പോൾ അവർ തങ്ങളുടെ ഇദ്ദ പൂർത്തിയാക്കിയാൽ അവരെ തടഞ്ഞു വെക്കരുത്. ചുരുക്കത്തിൽ ഈ സ്ത്രീയുടെ ഇദ്ദ ഏതോ കാലത്ത് പൂർത്തിയായിരുന്നു. നിക്കാഹ് അനുവദനീയവുമായിരുന്നു. അയാൾ തലാക്ക് കൊടുത്ത് വീട്ടിൽ തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത്. ഹദ്റത്ത് ഖാലിദിന്റെ വിവാഹത്തെ സംബന്ധിച്ച് മറ്റൊരു ഗ്രന്ഥകാരൻ എഴുതുന്നു, ഉമ്മെ തമീമിന്റെ പേര് ലൈല ബിൻത്ത് സന്നാൻ മിൽഹാൽ എന്നായിരുന്നു. ഇവർ മാലിക് ബിൻ നുവൈറയുടെ ഭാര്യയും ആയിരുന്നു. ഹദ്റത്ത് ഖാലിദുമായുള്ള അവരുടെ വിവാഹത്തെ സംബന്ധിച്ച് ഒരുപാട് തർക്ക വിതർക്കങ്ങളുണ്ട്. ഇതിന്റെ സംക്ഷേപം ഇപ്രകാരമാണ്. ചില ആളുകൾ ഖാലിദിനെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നത് അദ്ദേഹം ഉമ്മെ തമീമിന്റെ സൗന്ദര്യത്തിൽ ആകർഷണനായിരുന്നു എന്നാണ്. അവരെ സ്നേഹിച്ചിരുന്നു എന്നും അതുകൊണ്ട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെന്നും ബന്ധനസ്ഥ ആയ ഉടൻ തന്നെ വിവാഹം കഴിച്ചു എന്നും പറയുന്നു. അതിന്റെ അർത്ഥം നൗസുബില്ല വിവാഹമല്ലായിരുന്നു, മറിച്ച് അവിഹിത ബന്ധമായിരുന്നു എന്നാണ്. എന്നാൽ ഈ വാക്കുകൾ അടിസ്ഥാനരഹിതമാണ്, തികച്ചും കളവുമാകുന്നു. അതിന് യാതൊരു വിശ്വാസയോഗ്യതയുമില്ല. കാരണം ആദ്യകാല സ്രോതസ്സുകളിൽ ഒന്നും തന്നെ ഇത് സംബന്ധിച്ചുള്ള സൂചനകളോ തെളിവുകളോ നൽകുന്നില്ല. ഇത് സംബന്ധിച്ചുള്ള നിവേദനങ്ങളിലും സ്രോതസ്സുകളിലും ഒരു തെളിവുമില്ല. അല്ലാമ മാവർദി പറയുന്നു, ഖാലിദ് മാലിക് ബിൻ നുവൈറയെ വധിക്കാൻ കാരണം അയാൾ സക്കാത്ത് തടഞ്ഞതായിരുന്നു. അതുകൊണ്ട് അയാളെ വധിക്കുക എന്നത് അനുവദനീയമായിരുന്നു. അക്കാരണം കൊണ്ട് തന്നെ ഉമ്മയെ തമീമുമായിട്ടുള്ള വിവാഹം തെറ്റായിരുന്നില്ല. മുർത്തദീങ്ങളായ സ്ത്രീകളെ സംബന്ധിച്ച് ശരീഅത്തിന്റെ കൽപ്പന അവരെ യുദ്ധമുഖത്ത്
കണ്ടുമുട്ടുകയാണെങ്കിൽ ബന്ദികളാക്കണമെന്നും വധിക്കരുത് എന്നുമാണ്. ഇമാം സർഹസി ഇക്കാര്യത്തിലേക്ക് സൂചന നൽകുന്നുണ്ട്. ഉമ്മയെ തമീം ബന്ധനസ്ഥയായി വന്നപ്പോൾ ഖാലിദ് അവരെ തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. അവരുമായുള്ള വിവാഹം അനുവദനീയമാക്കപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത്. ഷേഖ് അഹമ്മദ് ഷാക്കിർ കൂടുതൽ വിശദീകരണം നൽകിക്കൊണ്ട് പറയുന്നു, ഖാലിദ് ഉമ്മയെ തമീമിനെയും അവരുടെ മകനെയും മിൽക്കെ യമീൻ, അതായത് വലങ്കൈ ഉടമപ്പെട്ടവർ എന്ന നിലയ്ക്കാണ് ഏറ്റെടുത്തത്. കാരണം അവർ യുദ്ധത്തടവുകാരായിരുന്നു. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് യാതൊരു ഇദ്ദയും ഇല്ല. ഇനി അവർ ഗർഭിണിയാണെങ്കിൽ ഗർഭം പുറത്തു വരുന്നതുവരെയും ഉടമസ്ഥൻ അവരുടെ അടുക്കൽ പോകുന്നത് നിഷിദ്ധമാണ്. ഗർഭിണി അല്ലെങ്കിൽ ഒരു തവണ ആർത്തവം വരുന്നതുവരെയും വിട്ടുനിൽക്കേണ്ടതാണ്. ഇത് അനുവദനീയമാകുന്നു. ഇതിൽ ആക്ഷേപത്തിനും പരിഹാസത്തിനും വകയില്ല. എന്നാൽ ഖാലിദിന്റെ എതിരാളികളും ശത്രുക്കളും ഈ സന്ദർഭത്തെ തങ്ങൾക്ക് അനുകൂലമായി മനസ്സിലാക്കുകയും മാലിക് ബിൻ നുവൈറ മുസ്ലിമായിരുന്നു എന്നും ഖാലിദ് അയാളുടെ ഭാര്യയെ സ്വന്തമാക്കാൻ അയാളെ വധിച്ചു എന്നും തെറ്റിദ്ധാരണ വരുത്താൻ തുടങ്ങി. മാത്രമല്ല, ഇങ്ങനെ ഖാലിദ് തന്റെ വിവാഹത്തിലൂടെ അറേബ്യൻ ആചാരങ്ങളെയും ശീലങ്ങളെയും എതിർക്കുകയാണെന്നും ആരോപണം ഉന്നയിച്ചു. ഇക്കാത് പറയുന്നു, മാലിക് ബിൻ നുവൈറയെ വധിച്ചുകൊണ്ട് അയാളുടെ ഭാര്യയെ യുദ്ധമുഖത്ത് വെച്ച് തന്നെ വിവാഹം കഴിച്ചു. അത് ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിലും അറബികളുടെ സമ്പ്രദായത്തിന് എതിരായിരുന്നു. അങ്ങനെ അദ്ദേഹം മുസ്ലിങ്ങളുടെ സമ്പ്രദായത്തെയും ശരീഅത്തിന്റെ നിയമങ്ങളെയും ലംഘിക്കുകയാണ് ചെയ്തത്. ഇക്കാദിന്റെ ഈ വാക്കുകൾ സത്യത്തിൽ നിന്ന് തികച്ചും വിദൂരമാകുന്നു. അറബികൾക്കിടയിൽ ഇസ്ലാമിനു മുമ്പ് പലപ്പോഴും അവർ യുദ്ധങ്ങളിലും ശത്രുക്കൾക്ക് മേൽ വിജയം വരിക്കുമ്പോൾ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്തിരുന്നു. ഡോക്ടർ അലി മുഹമ്മദ് സലാബി എഴുതുന്നു, ഈ എല്ലാ സംഭവങ്ങളും ശരീഅത്തിന്റെ വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ ഖാലിദ് അനുവദനീയമായ കാര്യം തന്നെയാണ് ചെയ്തത്. അതിനുവേണ്ടി അദ്ദേഹം അനുവദനീയ മാർഗം അവലംബിക്കുകയാണ് ചെയ്തത്. ഈ നടപടി ഖാലിദിനേക്കാളും ശ്രേഷ്ഠനായ വ്യക്തിത്വത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഖാലിദിന് മേൽ യുദ്ധാവസരത്തിൽ അല്ലെങ്കിൽ അതിനു തൊട്ടുശേഷം വിവാഹം കഴിച്ചതിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും മരീസി ആ യുദ്ധം കഴിഞ്ഞ ഉടൻ തന്നെ ജുവേരിയ ബിൻത് ഹാരിസിന് വിവാഹം കഴിക്കുകയുണ്ടായി. ഇത് അവരുടെ ഗോത്രത്തിന് വളരെ അനുഗ്രഹമായിട്ടാണ് ഭവിച്ചത്. ഈ വിവാഹം കാരണമായി അവരുടെ കുടുംബത്തിലെ 100 ആളുകൾ സ്വതന്ത്രരാക്കപ്പെട്ടു. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പിതാവ് വഴി ബന്ധുക്കളായി തീർന്നു. ഈ വിവാഹത്തിന്റെ അനുഗ്രഹീതമായ മറ്റൊരു നേട്ടം അവരുടെ പിതാവ് ഹാരിസ് ബിൻ സിറാർ മുസ്ലിമായി എന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധം കഴിഞ്ഞ ഉടൻ തന്നെ സഫിയ ബിൻത് ഹുയൈ ബിൻ അഖ്തബുമായി വിവാഹം ചെയ്തു. ഇത് സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ മാതൃകയും ചര്യയും ഉണ്ടായിരിക്കെ ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദിന്റെ മേൽ അനാവശ്യമായി ആരോപണം ഉന്നയിക്കുന്നതിന് യാതൊരു കാരണവുമില്ല. ഞാൻ ഈ സംഭവം വിവരിക്കാൻ ഒരു കാരണമുണ്ട്. ചില അറിവ് കുറഞ്ഞ ആളുകൾ ഇപ്പോഴും ചോദ്യം ഉന്നയിക്കുകയും ഹദ്റത്ത് അബൂബക്കറിന് മേൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് ഹദ്റത്ത് ഉമർ ശരിയായിരുന്നു എന്നും ഹദ്റത്ത് അബൂബക്കർ നൗസുബില്ല നീതിപൂർവ്വം പ്രവർത്തിച്ചില്ലെന്നും തെറ്റായ നിലയിൽ ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദിനെ സഹായിച്ചു എന്നും പറയുന്നു. വാസ്തവത്തിൽ ഈ എല്ലാ വിശദീകരണങ്ങളും കാണുകയും പരിശോധിക്കുകയും ചെയ്തതിന് ശേഷമാണ് അബൂബക്കർ തീരുമാനമെടുക്കുകയും എല്ലാ ആരോപണങ്ങളിൽ നിന്നും ഹദ്റത്ത് ഖാലിദിനെ വിമുക്തനാക്കുകയും ചെയ്തത്. അടുത്തത് ഹദ്റത്ത് ഖാലിദ് യമാമയിലേക്ക് പുറപ്പെടുന്നതിനെ സംബന്ധിച്ച് പറയുന്നു. ഹദ്റത്ത് അബൂബക്കർ ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദിന് കൽപ്പന നൽകിക്കൊണ്ട് പറഞ്ഞു, അസദ്, ഗത്ഫാൻ ഗോത്രങ്ങളിൽ നിന്നും മാലിക് ബിൻ നുവൈറയിൽ നിന്നും വിരമിച്ചതിന് ശേഷം യമാമയിലേക്ക് തിരിക്കേണ്ടതാണ്. അത് സംബന്ധിച്ച് കൂടെ കൂടെ ഉണർത്തുകയും ചെയ്തിരുന്നു. ഷരീഖ് ബിൻ അബു ഫസാരി വിവരിക്കുന്നു, ഞാൻ ബസാഹ യുദ്ധത്തിൽ പങ്കെടുത്തവരോടൊപ്പം ഉണ്ടായിരുന്നു. ഹദ്റത്ത് അബൂബക്കറിന്റെ സമീപത്തിൽ ഹാജരായി. അദ്ദേഹം എന്നെ ഖാലിദിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്റെ പക്കൽ ഖാലിദിനുള്ള ഒരു കത്ത് തന്നയച്ചു. അതിൽ അദ്ദേഹം എഴുതി, അമ്മാബാദ്, നിങ്ങളുടെ സന്ദേശവാഹകൻ മുഖേന നിങ്ങളുടെ കത്ത് കൈപ്പറ്റി. അതിൽ ബസാഹ യുദ്ധത്തിൽ
അള്ളാഹുവിൽ നിന്നുള്ള വിജയത്തെയും സഹായത്തെയും കുറിച്ച് നിങ്ങൾ എഴുതിയിരുന്നു. അസദ്, ഗത്തഫാൻ ഗോത്രങ്ങളോട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എഴുതുന്നു, ഞാൻ യമാമയിലേക്ക് തിരിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ ഉപദേശം എന്തെന്നാൽ, ഏകനും പങ്കുകാരനില്ലാത്തവരുമായ അള്ളാഹുവിന്റെ തഖ്വ അഥവാ ഭയഭക്തി കൈക്കൊള്ളുക. നിങ്ങളുടെ കൂടെയുള്ള മുസ്ലിങ്ങളുമായി സൗമ്യഭാവേന കഴിയുക. അവരോട് പിതാവിനെ പോലെ പെരുമാറുക. അല്ലയോ ഖാലിദ്, ഓർക്കുക, ബനി മുഗൈറയുടെ അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടുക. ഞാൻ നിങ്ങളെ സംബന്ധിച്ച് അവർ പറഞ്ഞത് അംഗീകരിച്ചിട്ടില്ല. ഞാൻ അവരുടെ കാര്യങ്ങൾ ഒന്നും തന്നെ നിരാകരിക്കുന്നവനുമല്ല. ആയതിനാൽ നിങ്ങൾ ബനു ഹനീഫയെ നേരിടുമ്പോൾ ജാഗരൂകരായിരിക്കണം. ഓർക്കുക, ബനു ഹനീഫയെ പോലെ ഇതുവരെയും നിങ്ങൾക്ക് ആരെയും നേരിടേണ്ടി വന്നിട്ടില്ല. അവരെല്ലാവരും നിങ്ങൾക്കെതിരാകുന്നു. അവരുടെ രാജ്യം വളരെ വിശാലമാണ്. ആയതിനാൽ അവിടെ എത്തുമ്പോൾ നിങ്ങൾ സ്വയം സൈന്യത്തിന് നേതൃത്വം കൈയാളണം. മൈമനയിൽ ഒരാളെയും മസീറയിൽ വേറൊരാളെയും കുതിരസവാരികൾക്ക് മേൽ മറ്റൊരാളെയും നിശ്ചയിക്കുക. നിങ്ങളുടെ കൂടെയുള്ള മുഹാജിരിങ്ങളുടെയും അൻസാറുകളുടെയും ഉന്നത സഹാബാക്കളുമായി എപ്പോഴും കൂടിയാലോചന നടത്തിക്കൊണ്ടുക. അവരുടെ മേന്മയെയും സ്ഥാനത്തെയും വിലമതിക്കുക. ശത്രുക്കൾ ഒരുങ്ങി നിൽക്കുമ്പോൾ പൂർണ്ണ തയ്യാറെടുപ്പുമായി അവർക്ക് മേൽ ആക്രമണം നടത്തുക. അമ്പിന് പകരം അമ്പും വാളിന് പകരം വാളും ഉപയോഗിക്കുക. അവരുടെ ബന്ധനസ്ഥരെ വാളുകൊണ്ടെടുക്കുക. വധിച്ചുകൊണ്ട് അവർക്കിടയിൽ ഭയവും പരിഭ്രമവും സൃഷ്ടിക്കുക. അവർ യുദ്ധത്തിന്റെ തീയിലേക്ക് തള്ളിവിടുക. ഓർക്കുക, എന്റെ കൽപ്പനകൾ നിരാകരിക്കരുത്. വസ്സലാമു അലൈക്ക്. ഈ കത്ത് ഖാലിദിന് കിട്ടിയപ്പോൾ അദ്ദേഹം അത് വായിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ കേട്ടു, ഞങ്ങളത് പൂർണ്ണമായും അനുസരിക്കുകയും ചെയ്യുന്നതാണ്. ഖാലിദ് തങ്ങളോടൊപ്പം മുസ്ലിങ്ങളെ തയ്യാറാക്കി. ബനു ഹനീഫ, അതായത് മുസൈലിമ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്ന സംഘത്തെ നേരിടാൻ പുറപ്പെട്ടു. അൻസാറുകൾക്ക് നേതാവായി സാബിത്തുബിനോ കൈസുബിനോ ഷിമാസിനെ നിയമിച്ചിരുന്നു. വഴിയിൽ കാണുന്ന മുർത്തദീങ്ങൾക്ക് ഗുണപാഠദായകമായ രീതിയിൽ ശിക്ഷ കൊടുത്തു. മറുഭാഗത്ത് ഹദ്റത്ത് അബൂബക്കർ ഖാലിദിന്റെ സംരക്ഷണത്തിന് വേണ്ടി നല്ല ആയുധസജ്ജരായ ഒരു സൈന്യത്തെ, ഖാലിദിന്റെ സൈന്യത്തെ പിന്നിൽ നിന്ന് ആരും ആക്രമിക്കാതിരിക്കാൻ അദ്ദേഹത്തിന്റെ പിന്നാലെയും അയച്ചിരുന്നു. ഖാലിദ് യമാമയിലേക്കുള്ള വഴിയിൽ നിരവധി ഗ്രാമീണ ഗോത്രങ്ങളിലൂടെയാണ് കടന്നുപോയത്. അവർ മുർത്തദ്ദീങ്ങളായിട്ടുണ്ടായിരുന്നു. അവരുമായി യുദ്ധം ചെയ്ത് അവർ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. വഴിയിൽ സജാഹിന്റെ അവശിഷ്ട സൈന്യത്തെയും കണ്ടുമുട്ടി. അവരന്വേഷിക്കുകയും വധിക്കുകയും ചെയ്തു. ഗുണപാഠദായകമായ ശിക്ഷയാണ് നൽകിയത്. പിന്നെ യമാമയ്ക്ക് മേൽ ആക്രമണം നടത്തി. യമാമ യുദ്ധത്തെക്കുറിച്ചുള്ള വിശദീകരണം ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.